ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രവർത്തനം 1. ഉള്ളിത്തൊലിയുടെ കോശങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ കണ്ട ഒരു കുട്ടി വരച്ച ചിത്രം നിരീക്ഷിക്കുക. ചിത്രമാണ് താഴെ തന്നിട്ടുള്ളത്. എ ചോദ്യം, ഈ ചിത്രത്തിൽ എ, ബി എന്നീ കോശഭാഗങ്ങളുടെ പേരെഴുതുക. എന്താണ് കൂട്ടുകാരെ എ എന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത് ഇതിൻ്റെ മർമ്മമാണ്. ഓക്കെ, മർമ്മമാണ്. ബി എന്ന് പറയുന്നത് കോശദ്രവ്യമാണ്. ഓക്കെ, അപ്പോൾ എ മർമ്മം, ബി കോശദ്രവ്യം. ബി ഈ കോശഭാഗങ്ങളുടെ പ്രത്യേകതകൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അഥവാ മർമ്മത്തിൻ്റെയും കോശദ്രവ്യത്തിൻ്റെയും പ്രത്യേകത എഴുതണം. മർമ്മം എന്താണ്? കോശകേന്ദ്രമായിട്ട് വർത്തിക്കുന്നത് മർമ്മമാണ്. കോശദ്രവ്യമോ? കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണിത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണിത്. സി ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോശ നിരീക്ഷണത്തിനായി എടുക്കേണ്ട ഉള്ളിയുടെ ഭാഗം കണ്ടെത്തി എഴുതുക. എ നന്നായി ഉണങ്ങിയ ഉള്ളിത്തൊലി, ബി മാംസളമായ കട്ടിയുള്ള ഭാഗം, സി ഉള്ളിയുടെ തണ്ട്, ഡി മാംസളമായ ഭാഗത്ത് നിന്നും നേർത്ത തൊലി. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. മാംസളമായ ഭാഗത്ത് നിന്നും നേർത്ത തൊലിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് നമ്മൾ കോശ നിരീക്ഷണത്തിനായിട്ട് തിരഞ്ഞെടുക്കുക. നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ചലന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. 1. മിക്സി പ്രവർത്തിക്കുമ്പോൾ ബ്ലേഡിൻ്റെ ചലനം, ചെണ്ട കൊട്ടുമ്പോൾ തുകലിൻ്റെ ചലനം, ലിഫ്റ്റിൻ്റെ ചലനം, ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗത്തിൻ്റെ ചലനം. എ ഈ സന്ദർഭങ്ങൾ നടക്കുന്ന ചലനങ്ങൾ കണ്ടെത്തി എഴുതുക. ഇത് ഏതൊക്കെ ചലനമാണ്? ഒന്ന് നമുക്കറിയാം, ഒന്ന് വർത്തുള ചലനവും മറ്റൊന്ന് ഭ്രമണ ചലനവുമാണ് അല്ലേ. അപ്പോൾ വർത്തുള ചലനത്തിൽ വരുന്നത് മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ ബ്ലേഡിൻ്റെ ചലനം എന്നതും ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗത്തിൻ്റെ ചലനം എന്നുള്ളതുമാണ്. ഭ്രമണ ചലനത്തിൽ വരുന്നത് ചെണ്ട കൊട്ടുമ്പോൾ തുകലിൻ്റെ ചലനം, ലിഫ്റ്റിൻ്റെ ചലനം. ഇത് രണ്ടുമാണ്. ബി ചോദ്യം, ഭ്രമണ ചലനവും വർത്തുള ചലനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഭ്രമണ ചലനം എന്ന് പറഞ്ഞാൽ? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണ ചലനം. ഓക്കെ, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണ ചലനം. ഇനി ഒരു വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ഇനി ഇതിലെ സി ചോദ്യം, വായുവിലെ ചലനം തിരിച്ചറിയുന്ന 2 സന്ദർഭങ്ങൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇലകൾ കാറ്റത്ത് ആടുന്നത് അല്ലേ, ഇലകൾ കാറ്റത്ത് ആടുന്നത്, അതുപോലെ വിശറി കൊണ്ട് വീശുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് രണ്ടും എന്താണ്? നമ്മുടെ കാറ്റിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളാണ്. മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. സ്കൂളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ചില കുട്ടികൾ നേരിടുന്ന രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് ചുവടെ നൽകുന്നു. കുട്ടി 1 വിളർച്ച, കുട്ടി 2 മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചക്കുറവ്, കുട്ടി 3 വായിൽ വ്രണങ്ങൾ, കുട്ടി 4 തൊണ്ടയിൽ മുഴ. എ ചോദ്യം, മുകളിൽ സൂചിപ്പിച്ച കുട്ടികളുടെ രോഗലക്ഷണങ്ങൾ പരിശോധിച്ച് അവർ നേരിടുന്ന അപര്യാപ്ത രോഗങ്ങളും അപര്യാപ്തമായ പോഷക ഘടകവും അടങ്ങുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുട്ടി 1 എന്ന് പറയുന്നത് വിളർച്ചയാണ്. അവിടുത്തെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് അനീമിയാണ്. പോഷക ഘടകം ഇരുമ്പിൻ്റെ കുറവാണ്. കുട്ടി 2 മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചക്കുറവാണ്, അഥവാ നിശാഗന്ധയാണ്. പോഷകക്കുറവ് എന്ന് പറയുന്നത് വിറ്റാമിൻ എന്റെ ഡെഫിഷ്യൻസിയാണ്. കുട്ടി 3 വായ്പുണ്ണാണ്. കുട്ടിക്ക് വിറ്റാമിൻ ബിയുടെ പോഷക ഘടകക്കുറവാണ്. കുട്ടി 4 ഗോയിറ്റർ ആണ്. കുട്ടിക്ക് തൊണ്ടയിൽ മുഴയാണ്, അയഡിൻ്റെ കുറവാണുള്ളത്. ഇനി ബി, നിശാഗന്ധ നേരിടുന്ന കുട്ടി എന്തെല്ലാം ആഹാര സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം? എന്തൊക്കെയാണ്? കുട്ടിക്ക് നമുക്കറിയാം വിറ്റമിൻ എ കുറവാണല്ലേ. അപ്പോൾ വിറ്റമിൻ എ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ ഇലവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, ക്യാരറ്റ് എന്നിവ ഉൾപ്പെടുത്തണം. ഓക്കെ, പ്രവർത്തനം 4ലേക്ക് കടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ ശ്രദ്ധിക്കുക. സേഫ്റ്റി പിന്ന്, ബ്ലേഡ്, അലുമിനിയം കമ്പി, ഇരുമ്പാണി, സൂചി, തീപ്പെട്ടിക്കൊള്ളി, പ്ലാസ്റ്റിക് സ്പൂൺ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. എ ചോദ്യം, ഈ വസ്തുക്കളിൽ കാന്തമാക്കി മാറ്റാൻ കഴിയുന്നവ കണ്ടെത്തി എഴുതുക. ഏതൊക്കെയാണ് കാന്തമാക്കി മാറ്റാൻ പറ്റുന്നത്? സേഫ്റ്റി പിന്ന്, ബ്ലേഡ്, ഇരുമ്പാണി, സൂചി. ഇതൊക്കെയാണ് കാന്തമാക്കി മാറ്റാൻ പറ്റുന്ന വസ്തുക്കൾ. ബി ചോദ്യം, ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ കാന്തമാക്കി മാറ്റാൻ ചെയ്യുന്ന പ്രവർത്തനം വിശദമാക്കുക. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു സാധനത്തിനെ കാന്തമാക്കി മാറ്റാൻ, കാന്തിക വസ്തുക്കളെ കാന്തമാക്കി മാറ്റാൻ ഒരു കാന്തത്തിൻ്റെ ധ്രുവഭാഗം ഉപയോഗിച്ച് വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ അമർത്തി 15 മുതൽ 20 മിനിറ്റ് വരെ ഉരസുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ സാധനം കാന്തമായി മാറും. ഇനി സി ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ മിനി മോട്ടോറിൽ ഉപയോഗിക്കുന്ന കാന്തം ഏതാണ്? ബാർ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, ആർക്ക് കാന്തം. ഏതാണ്? ആർക്ക് കാന്തമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ആർക്ക് കാന്തമാണ് നമ്മൾ മിനി മോട്ടോറിൽ ഉപയോഗിക്കുന്നത്.
ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. ഒരു ബാർ കാന്തത്തിൽ ഇരുമ്പ് പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഓക്കെ, ഇതിൽ എ ചോദ്യം, ഇവിടെ 3 ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എ ചോദ്യം, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ചിത്രീകരണം ഏത്? കാരണം വിശദമാക്കുക. ഏതാണ് കൂട്ടുകാരെ ഇതിൽ ശരിയായ ചിത്രീകരണം എന്ന് പറയുന്നത്? ചിത്രം 1 ഓക്കെ, ചിത്രം 1 ശരിയായിട്ടുള്ളത്. കാരണം എന്താണ്? കാന്തത്തിൻ്റെ ധ്രുവങ്ങളിൽ കാന്തികത കൂടുതലാണ്, അതുകൊണ്ട് ഇരുമ്പ് പൊടി ധ്രുവങ്ങളിൽ കൂടുതലായി പറ്റിപ്പിടിക്കും. എന്നാൽ കാന്തത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കാന്തികത കുറഞ്ഞ അളവിൽ ഉള്ളതിനാൽ മറ്റു ഭാഗങ്ങളിൽ കുറവ് ഇരുമ്പ് പൊടി കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ചിത്രം 2ഉം 3ഉം നിങ്ങൾ നോക്ക്. 2ൽ നമുക്കറിയാം ധ്രുവങ്ങളിലാണ്, പക്ഷെ എന്താണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നുമില്ല. ചിത്രം 3ലാണെങ്കിൽ ധ്രുവങ്ങളിലില്ല. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ചിത്രം 1 തന്നെയാണ്. ബി ചോദ്യം, കാന്തങ്ങൾ തെക്കുവടക്ക് ദിശയിൽ നിൽക്കുന്നത് പ്രയോജനപ്പെടുത്തുന്ന 2 സന്ദർഭങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? ഒന്ന്, കടലിൽ ദിശ മനസ്സിലാക്കുന്നതിന്, മറ്റൊന്നിന് കാട്ടിൽ അകപ്പെടുന്നവർക്ക് ദിശ മനസ്സിലാക്കുന്നതിന്. ഓക്കെ, കടലിൽ ദിശ കണ്ടെത്തുന്നതിനും കാട്ടിൽ അകപ്പെട്ടവർക്ക് ദിശ മനസ്സിലാക്കുന്നതിനുമാണ് നമ്മൾ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണോ അതിനനുസരിച്ച് അവർക്ക് ദിശ മനസ്സിലാക്കാനും ദിശ തിരിച്ചറിയാനും സാധിക്കും. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 6. ചില ലായനികളും അവയിൽ ഉൾപ്പെട്ട വസ്തുക്കളും പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ലായനി 1 സോഡയാണ്. ഉൾപ്പെട്ട വസ്തുക്കൾ ജലം തന്നിട്ടുണ്ട്. പിന്നെന്താണുള്ളത് കൂട്ടുകാരെ? ജലം മാത്രമാണോ സോഡയിലുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. അപ്പോൾ അവിടെ 1 എന്നുള്ളിടത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വരും. സോഡയിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. ഇനി അടുത്തത് അസറ്റിക് ആസിഡും ജലവുമാണുള്ളത്. അസറ്റിക് ആസിഡ് ഉള്ളത് ഏതിലാണ്? വിനാഗിരിയിലാണ്. ഓക്കെ, വിനാഗിരി എന്ന് വരും രണ്ടാമത്തേത്. 3 അന്തരീക്ഷ വായുവാണ്. അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ ഉണ്ടായിരിക്കും. പിന്നെ എന്താ ഉണ്ടായിരിക്കുക? ഓക്സിജനും അതുപോലെ തന്നെ നൈട്രജൻ ഉണ്ടായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ എന്ന് എഴുതി കൊടുക്കാം. ഇനി ബ്രാസ് ആണ്. ബ്രാസിലുള്ളത് ഏതാണ്? കോപ്പർ തന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ കൂടെ ഉള്ളത് സിങ്കാണ്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം, പട്ടികയിലെ ഓരോ ലായനിയിലെയും ലീനം, ലായകം എന്നിവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലായനികളായ സോഡാ ജലത്തിൽ എന്താണുള്ളത്? ലീനം കാർബൺ ഡൈ ഓക്സൈഡും ലായകം ജലവുമാണുള്ളത്. ഇനി അന്തരീക്ഷ വായുവിൽ നൈട്രജൻ ലായകവും മറ്റുള്ളവ ലീനവുമാണ്. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 7. ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളെ ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം എന്ന് തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് തന്നിട്ടുള്ളത്. നേർപ്പിച്ച ആസിഡുകൾ, സംഭാരം, ആൽക്കഹോള്, നാരങ്ങാവെള്ളം, അന്തരീക്ഷ വായു, കറികൾ, കഞ്ഞി, പഞ്ചസാര ലായനി, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഏകാത്മക മിശ്രിതം, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഏകാത്മക മിശ്രിതങ്ങൾ ഏതൊക്കെയാണ്, ഭിന്നാത്മക മിശ്രിതങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഏതൊക്കെയാണ് കൂട്ടുകാരെ ഏകാത്മക മിശ്രിതങ്ങൾ? ആൽക്കഹോള്, നേർപ്പിച്ച ആസിഡുകൾ, പഞ്ചസാര ലായനി, അന്തരീക്ഷ വായു, ഇതൊക്കെയാണ് ഏകാത്മക മിശ്രിതങ്ങളായിട്ട് വരുന്നത്. ഭിന്നാത്മക മിശ്രിതങ്ങളിൽ സംഭാരം, നാരങ്ങാവെള്ളം, കറികൾ, കഞ്ഞി എന്നിവയും വരും. ഇനി ബി, ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും തിരിച്ചറിയാനുള്ള ഒരു മാർഗം എഴുതുക. എന്താണ്? ഭിന്നാത്മക മിശ്രിതത്തിൽ പദാർത്ഥങ്ങൾ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനെ കാണപ്പെടുന്ന വസ്തുവാണെങ്കിൽ അതിനെ നമ്മൾ ഭിന്നാത്മക മിശ്രിതമായിട്ട് കണക്കാക്കുന്നു. സി ചോദ്യം, അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുവടെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ചെമ്പ്, സൾഫർ, ബ്രാസ്, വെള്ളി. ഏതാണ് കൂട്ടുകാരെ കൂട്ടത്തിൽപ്പെടാത്തത്? ബ്രാസ് ആണ് കൂട്ടത്തിൽപ്പെടാത്തത്. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കാം. 8ാമത്തെ പ്രവർത്തനമാണ്. ചെറിയ പന്ത്, പൗഡർ ടിന്നുകൾ, അടപ്പുകൾ, വിജാഗിരി, വലിയ ഐസ്ക്രീം ബോൾ, ചെറിയ വടി, വലിയ വടി, പന്ത്. ഗോളരസന്ധിയുടെ മാതൃക നിർമ്മിക്കാൻ മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കാം? ഏതൊക്കെ ഉപയോഗിക്കാം? നമുക്ക് ഐസ്ക്രീം ബോൾ ഉപയോഗിക്കാം, പന്ത്, ചെറിയ പന്ത് ഉപയോഗിക്കാം, ചെറിയ വടി എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഐസ്ക്രീം ബോൾ, ചെറിയ പന്ത്, ചെറിയ വടി. ബി ചോദ്യം, ശരീരത്തിൽ അസ്ഥിസന്ധികൾ ഇല്ലാതിരുന്നാൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവപ്പെടും? എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത് കൂട്ടുകാരെ? അസ്ഥിസന്ധികൾ ഇല്ലാതായി കഴിഞ്ഞാൽ ചലനത്തിനും പ്രവൃത്തികൾ ചെയ്യുവാനും പ്രയാസം അനുഭവപ്പെടും. അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. സി, ഗോളരസന്ധി കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം? ഇത്തരം സന്ധികളുടെ പ്രത്യേകത എഴുതുക. എവിടെയാണ് കാണപ്പെടുന്നത്? തോളല്, ഇടുപ്പല്ല് എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും ചലന സ്വാതന്ത്ര്യം ഉള്ള അസ്ഥിസന്ധിയാണ്. ഓക്കെ, എവിടെയൊക്കെയാണ്? തോളല്, ഇടുപ്പല്ല് എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും ചലന സ്വാതന്ത്ര്യം ഉള്ള അസ്ഥിസന്ധിയാണ്.
ഇനി പ്രവർത്തനം 9ലേക്ക് കടക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന അസ്ഥികൂടം ഏത് ജീവിയുടേതാണെന്ന് തിരിച്ചറിയുക. ഇത് ഏതാണ് കൂട്ടുകാരെ? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? ഇത് ഏതാണ്? പല്ലിയുടെ അസ്ഥികൂടമാണ്. ഓക്കെ, പല്ലിയുടെ അസ്ഥികൂടം. ബി. ഹൃദയം, തലച്ചോറ്, ശ്വാസകോശം എന്നീ ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാം? ഏതെങ്കിലും ഒരു അസ്ഥികൂടത്തിൻ്റെ പ്രത്യേകത എഴുതാനും പറയുന്നുണ്ട്. ഏത് ഭാഗമാണ്? തലയോടും വാരിയെല്ലുമാണ്. ഓക്കെ, തലയോട്, വാരിയെല്ല്. തലയോടിൻ്റെ പ്രത്യേകത എന്താണ്? പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ധാരാളം അസ്ഥികൾ ഒത്തുചേർന്നത്. കീഴ്ത്താടിയെല്ല് ഒഴികെ മറ്റ് അസ്ഥികൾക്ക് ചലന സ്വാതന്ത്ര്യം ഇല്ല. ഇതാണ് പ്രധാനമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. ഇനി വാരിയെല്ലിൻ്റേത് 12 ജോഡി അസ്ഥികൾ വളഞ്ഞു കൂടുപോലെ കാണുന്നതാണ് വാരിയെല്ല് എന്ന് പറയുന്നത്. ഇനി സി ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? നട്ടെല്ല്, വാരിയെല്ല്, തുടയെല്ല്, സ്റ്റേപ്പിസ്. ഏതാണ്? തുടയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ. നമുക്ക് നോക്കാനുള്ളത് അവസാനത്തെ ചോദ്യമാണ്, 10ാമത്തേത്. എ ചോദ്യം, സൂര്യാസ്തമയത്തിന് അല്പസമയത്തിനു ശേഷം കണ്ട ചന്ദ്രനെ ഒരു കുട്ടി വരച്ച ചിത്രം ശ്രദ്ധിക്കൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടി രേഖപ്പെടുത്തിയ ശരിയായ ഊഹം കണ്ടെത്തി എഴുതുക. 1. തലേ ദിവസം പൗർണമിയായിരുന്നു. 2. വരുന്ന ദിവസങ്ങളിൽ വൃതിയായിരിക്കും നിരീക്ഷിക്കാനാവുക. 3. വരുന്ന ദിവസങ്ങളിൽ ക്ഷയമായിരിക്കും നിരീക്ഷിക്കാനാവുക. 4. അടുത്ത ദിവസങ്ങളിൽ അമാവാസിയായിരിക്കും നിരീക്ഷിക്കാനാവുക. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? വരുന്ന ദിവസങ്ങളിൽ വൃതിയായിരിക്കും നിരീക്ഷിക്കാനാവുക എന്ന രണ്ടാമത്തേതാണ് ശരിയായിട്ടുള്ളത്. ഇനി ബി ചോദ്യം നോക്കൂ. ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രം 1, 2, 3 ചിത്രങ്ങളാണുള്ളത് അല്ലേ? 3 വ്യത്യസ്ത ദിവസങ്ങളിൽ കാണപ്പെടുന്ന ചന്ദ്രൻ്റെ സ്ഥാനങ്ങളാണ് മുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ചന്ദ്രൻ ഓരോ ദിവസവും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ കാണപ്പെടുന്നതിൻ്റെ കാരണം വ്യക്തമാക്കുക. എന്താണ് കൂട്ടുകാരെ കാരണം? ചന്ദ്രൻ്റെ പരിക്രമണമാണ് കാരണം എന്ന് പറയുന്നത്. ഇനി സി, ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആളിന് എല്ലായ്പ്പോഴും ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ്? ചന്ദ്രൻ 27 ദിവസം എടുത്താണ് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. അതേ സമയം എടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി കാണുക. ഇനി ഇംഗ്ലീഷ് മീഡിയം വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.